ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ പണക്കിലുക്കം കൊണ്ടും ആവേശക്കടൽ കൊണ്ടും എന്നും മുൻപന്തിയിലുള്ള ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. എന്നാൽ 2026 RCB വാർത്തകളിൽ നിറയുന്നത് മൈതാനത്തെ പ്രകടനം കൊണ്ട് മാത്രമല്ല, കായിക ലോകത്തെ തന്നെ ഞെട്ടിച്ച വമ്പൻ ഉടമസ്ഥ മാറ്റത്തിലൂടെയാണ്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡിൽ നിന്നും $1.78 ബില്യൺ ആദിത്യ ബിർള ഗ്രൂപ്പും ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പും ഉൾപ്പെട്ട കൺസോർഷ്യം ടീമിനെ സ്വന്തമാക്കിയതോടെ IPL ഏറ്റവും മൂല്യമുള്ള ഫ്രാഞ്ചൈസിയായി RCB മാറി. ഈ മാറ്റത്തിലെ ഏറ്റവും ആകർഷകമായ ഘടകം ടീമിന്റെ പുതിയ ചെയർമാനായി ചുമതലയേൽക്കുന്ന ആര്യമാൻ വിക്രം ബിർള എന്ന 28-കാരനാണ്. വെറും ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അനന്തരാവകാശി എന്നതിലുപരി ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് RCBക്ക് പുതിയൊരു ദിശാബോധം നൽകുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. ആദിത്യ ബിർള ഗ്രൂപ്പ് തലവൻ കുമാരമംഗലം ബിർളയുടെ മകനായ ആര്യമാൻ ബിർളയ്ക്ക് ക്രിക്കറ്റ് എന്നത് സിരകളിൽ പടർന്ന ആവേശമാണ്. ബിസിനസ് തിരക്കുകൾക്കിടയിലും ക്രിക്കറ്റ് മൈതാനത്തിൽ വിയർപ്പൊഴുക്കിയ ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. മധ്യപ്രദേശിന് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് ആര്യമാൻ. 9 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി ഒരു സെഞ്ചുറി അടക്കം 414 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ബംഗാളിനെതിരായ ഈഡൻ ഗാർഡൻസിൽ നേടിയ ആ സെഞ്ചുറി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവിന്റെ തെളിവായിരുന്നു. 2018 IPL ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് 30 ലക്ഷം രൂപയ്ക്ക് ആര്യമാനെ സ്വന്തമാക്കി. അന്ന് ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള വമ്പൻ താരങ്ങൾക്കൊപ്പം ഡ്രസ്സിംഗ് റൂമും പങ്കിട്ടെങ്കിലും ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. 2020 ക്രിക്കറ്റിൽ നിന്ന് മാനസികാരോഗ്യപരമായ കാരണങ്ങളാൽ ഒരു ചെറിയ ഇടവേള എടുത്ത അദ്ദേഹം ഇന്ന് ഒരു ടീമിന്റെ ഉടമയായും ചെയർമാനായും തിരിച്ചെത്തുന്നത് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൗതുകരമായ കഥയാണ്. കളിക്കാരന്റെ മനഃശാസ്ത്രം അറിയുന്ന ഒരാൾ ടീമിന്റെ തലപ്പത്ത് വരുന്നത് RCBയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് കരുത്തേകും. ഡയാജിയോ ഗ്രൂപ്പ് തങ്ങളുടെ ഓഹരികൾ വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ലോകത്തിലെ വമ്പൻ നിക്ഷേപകർ രംഗത്തെത്തി. ഒടുവിൽ ആദിത്യ ബിർള ഗ്രൂപ്പും ടൈംസ് ഗ്രൂപ്പും കൈകോർത്തതോടെ RCBയുടെ മൂല്യം കുതിച്ചുയർന്നു. ടൈംസ് ഗ്രൂപ്പ്, ബോൾട്ട് വെഞ്ചേഴ്സ്, ബ്ലാക്ക് സ്റ്റോൺ തുടങ്ങിയ വമ്പൻ നിക്ഷേപകരുടെ പങ്കാളിത്തം ഈ ഇടപാടിന് വലിയ സാമ്പത്തിക ഭദ്രത നൽകുന്നു. $1.78 ബില്യൺ എന്നത് ഒരു IPL ടീമിന് ലഭിക്കുന്ന റെക്കോർഡ് തുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെ രാജസ്ഥാൻ റോയൽസിനെ $1.63 ബില്യൺ അമേരിക്കൻ സംരംഭകൻ കെൽസ് ഒമാനിയയുടെ നേതൃത്വത്തിലുള്ള സംഘം വാങ്ങിയിരുന്നു. ഇതോടെ IPL ടീമുകളുടെ ആഗോള മൂല്യം NBA, NFL ടീമുകളോട് കിടപിടിക്കുന്ന നിലയിലേക്ക് ഉയർന്നു. RCBയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് വലിയൊരു പരിണാമത്തിന്റെ കഥയാണ് പറയുന്നത്. 2008 IPL തുടങ്ങിയപ്പോൾ $11.1 കോടി വിജയ് മല്യയുടെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് RCBയെ സ്വന്തമാക്കിയത്. ഗ്ലാമറും താരപ്പൊലിമയും ടീമിന്റെ ഭാഗമായിരുന്നു. കിങ്ഫിഷർ എയർലൈൻസിന്റെ തകർച്ചയും മല്യയുടെ നിയമപരമായ പ്രശ്നങ്ങളും കാരണം ടീമിന്റെ നിയന്ത്രണം ആഗോള മദ്യക്കമ്പനിയായ ഡയാജിയോയുടെ കൈകളിലെത്തി. ഇവരുടെ കീഴിലാണ് RCB ഒരു പ്രൊഫഷണൽ കോർപ്പറേറ്റ് ബ്രാൻഡായി മാറി. മദ്യക്കമ്പനികളിൽ നിന്ന് മാറി ഒരു വലിയ ബിസിനസ് കൺസോർഷ്യത്തിലേക്ക് ടീം എത്തുമ്പോൾ RCBക്ക് കൂടുതൽ ക്ലീൻ ഇമേജും പുതിയ വിപണന സാധ്യതകളും തുറക്കപ്പെടും. കഴിഞ്ഞ വർഷം ജൂണിലാണ് RCB വിൽക്കാൻ ഒരുങ്ങുന്ന വാർത്ത പുറത്തു വന്നത്. ആ സമയത്ത് തന്നെ RCBയുടെ വനിതാ ടീം തങ്ങളുടെ ആദ്യ IPL കിരീടം നേടിയിരുന്നു. പുരുഷ ടീമിന് സാധിക്കാത്തത് വനിതാ ടീം നേടിയതോടെ ബ്രാൻഡിങ്ങിന്റെ മൂല്യം കുത്തനെ ഉയർന്നു. ഈ സുവർണ അവസരം മുതലെടുത്താണ് ഡയാജിയോ ഓഹരികൾ വിറ്റഴിച്ചത്. ഡയാജിയോയുടെ മദ്യക്കമ്പനിക്ക് ഇന്ത്യയിലെ മദ്യവിപണിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ തുക വിനിയോഗിക്കുക. ആര്യമാൻ ബിർളയുടെ വരവോടെ RCBയുടെ മാനേജ്മെന്റിൽ വലിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കുന്നു. നിലവിലെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ, സൂപ്പർ താരം വെങ്കടേഷ് അയ്യർ എന്നിവർ ആര്യമാന്റെ മുൻ സഹതാരങ്ങളായിരുന്നു എന്നത് ടീമിനുള്ളിലെ ആശയവിനിമയം എളുപ്പമാക്കും. ബിർള ഗ്രൂപ്പിന്റെ സാങ്കേതിക മികവ് ഉപയോഗിച്ച് ടീം സെലക്ഷനിലും പെർഫോമൻസ് അനാലിസിസിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരു മുൻ ക്രിക്കറ്റർ എന്ന നിലയിൽ ആര്യമാൻ യുവപ്രതിഭകളെ കണ്ടെത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും കരുതപ്പെടുന്നു. ടൈംസ് ഗ്രൂപ്പിന്റെ മാധ്യമ സ്വാധീനം RCBയെ ലോകമെമ്പാടുമുള്ള ആരാധകരിലേക്ക് എത്തിക്കാനും സഹായിക്കും. RCBയുടെ ഉടമസ്ഥ മാറ്റം IPL എന്ന പ്രസ്ഥാനം എത്രത്തോളം വളർന്നു എന്നതിന്റെ തെളിവാണ്. 2008 കോടികളിൽ തുടങ്ങിയ IPL ഇന്ന് 10,000-കണക്കിന് കോടികളുടെ ബിസിനസ്സായി മാറിയിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിനും RCBയിലും ഉണ്ടായ ഈ ഉടമസ്ഥ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് വരും വർഷങ്ങളിൽ കൂടുതൽ ആഗോള നിക്ഷേപകർ IPLയിലേക്ക് ഒഴുകുമെന്നാണ്. RCB ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉടമ ആരാണെന്നതിനേക്കാൾ പ്രധാനം കിരീടമാണ്. ആര്യമാൻ ബിർളയെ പോലെയുള്ള ഒരു യുവ ചെയർമാൻ ടീമിലെ ലൂസർ ഇമേജ് മാറ്റി പുതിയൊരു വിന്നിംഗ് കൾച്ചർ കൊണ്ടുവരുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരാൾ ടീമിനെ നയിക്കുമ്പോൾ മൈതാനത്തെ ആവശ്യങ്ങൾ കൃത്യമായി ബോൾഡ് റൂമിൽ അവതരിപ്പിക്കാൻ സാധിക്കും. RCB വെറും ഒരു ക്രിക്കറ്റ് ടീം എന്നതിലുപരി ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായി വളർത്താനാണ് പുതിയ ഉടമകളുടെ ലക്ഷ്യം. രാജ്യമെമ്പാടും RCB ക്രിക്കറ്റ് അക്കാദമികൾ തുടങ്ങുക, RCBയുടെ ബ്രാൻഡിലുള്ള വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും ആഗോള വിപണിയിൽ എത്തിക്കുക, ആരാധകർക്കായി കൂടുതൽ ഡിജിറ്റൽ കണ്ടന്റുകൾ, വെർച്വൽ എക്സ്പീരിയൻസുകളും ഒരുക്കുക. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് അവർ നിൽക്കുന്നത്. 16,000 കോടി രൂപയുടെ ഇടപാട് IPLന്റെ തലവര തന്നെ മാറ്റിമറിക്കും. ആര്യമാൻ വിക്രം ബിർള എന്ന യുവ ക്രിക്കറ്റർ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് RCBക്ക് നൽകുന്നത് വെറും ഒരു പുതിയ ഉടമയെ മാത്രമല്ല, മറിച്ച് ക്രിക്കറ്റിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു നായകനെ കൂടിയാണ്. വിജയ് മല്യയുടെ ഗ്ലാമറിൽ നിന്നും
ഡയാജിയോയുടെ പ്രൊഫഷണലിസത്തിലേക്കും അവിടെ നിന്ന് ബിർളയുടെ ക്രിക്കറ്റ് സ്നേഹത്തിലേക്കുമുള്ള RCBയുടെ യാത്ര ആവേശം നിറഞ്ഞതാണ്. വരും സീസണുകളിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഗാലറികളിൽ ആവേശത്തിന് തിരമാലകൾ ഉയരുമ്പോൾ പുതിയ ഉടമകളുടെ കീഴിൽ RCB തങ്ങളുടെ കന്നിക്കിരീടം ഉയർത്തുന്ന കാഴ്ചയ്ക്കായി ആരാധകർ കാത്തിരിക്കുന്നു. കായിക ലോകത്തെയും ബിസിനസ് ലോകത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഈ മാറ്റം IPL ലോകത്തെ ഒന്നാം നമ്പർ സ്പോർട്സ് ലീഗായി മാറ്റുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കും.